ഓ, ഫോണിൻ പ്രോഗ്രാമിലാണോ? അല്ല, കുളിച്ചിട്ട് നനഞ്ഞ ടവൽ ബെഡിലേക്ക് ഇടരുതെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഈ ഫ്ലോർ മുഴുവൻ നിന്റെ മുടിയാ, അറിയോ? അതിന് ചേച്ചിയുടെ അല്ലേ മുടി കൊഴിയുന്നേ. ചേച്ചി ചേച്ചി എനിക്ക് മാഗി ഉണ്ടാക്കി തരോ പ്ലീസ് ചേച്ചി പ്ലീസ്. നിന്റെ അമ്മച്ചിയില്ലേ അവിടെ? ചുട്ടി കുത്തി കഴിഞ്ഞെങ്കിൽ ഉണ്ടാക്കി തരാൻ പറ. പോടാ അവിടുന്ന്. നീ വാടാ. അവരേതാ കുടുംബശ്രീയിൽ ഡബ് ചെയ്തിട്ട് വന്നിരിക്കുക. ഇടി മോന് ഞാൻ കേട്ടോ. ആന്റി, ഞാൻ ഇറങ്ങുവാണേ. ശരി. മതിയേച്ചി, കണ്ണ് കിട്ടും. കിട്ടിക്കോട്ടെ, അത് നല്ലതല്ലേ. ബൈ ആന്റി. ബൈ. പോട്ടെ. ഒരു സുന്ദരിയാണല്ലേ അവള്. നീ എന്താ മായ ഇങ്ങനെ? ഇടക്കാലത്തൊന്ന് കോലം വെച്ചതായിരുന്നു. ദാ ഇപ്പോ വീണ്ടും മൂത്ത് കൊരങ്ങിനെ പോലായി. നോക്കണ്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ഉള്ളൂ. വിടുത്ത അവളെന്താ ആയിക്കോട്ടെ. നീ അങ്ങനല്ലേ പറയൂ. അവളുടെ കല്യാണം എങ്ങനെ കഴിഞ്ഞു പോയാ ഇവിടെ പിന്നെ അടുക്കളയിൽ ആളില്ലാതാവൂല്ലോ. എന്റെ പൊന്നു മറിയേ, ഇവള് പറയുന്നൊന്നും നീ കേക്കണ്ട. പ്രായം എത്രയായില്ലേ? നിന്റെ പ്രായത്തിലേ എനിക്ക് മക്കള് 4. ഇങ്ങനെ പേക്കൂരായിട്ട് നടന്നിട്ടാ നിനക്ക് ചെറുക്കന്മാരെ കിട്ടാത്തത്. കിട്ടണ്ട, എനിക്ക് ഒരുത്തനെയും വേണ്ട. ഒറ്റയ്ക്ക് ജീവിച്ച എന്താ പ്രശ്നം? കുറച്ചു കാലം കഴിയുമ്പോഴേ മോള് കുറച്ച് കഷ്ടപ്പെടും. പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? എന്നെ ആരെങ്കിലും കെട്ടണേന്നും പറഞ്ഞ് വഴി കൂടെ നടക്കണോ? ഉപദേശിക്കാൻ ആർക്കും പറ്റും. അല്ല മറിയാന്റി, ഞാനിവിടെ താമസിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താടി ഇത്? എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നശിച്ച ജീവിതം മടുത്തു. ഞാൻ ആദ്യം മൂലേ ചോദിക്കണമെന്ന് കരുതിയാ. എന്തിനാ ഈ ബുക്ക് എപ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കണേ? ബാഗിലിട്ടാ പോരെ? ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോ അമ്മ ശീലിപ്പിച്ചതാ ബുക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാൻ. പിന്നെ അതങ്ങ് ശീലായി പോയി. അതങ്ങനെ ഒന്നുമില്ല. എന്നാലും അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്റെ അമ്മ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. എന്നത് പിടിച്ച് കേട്ട്. നോക്കട്ടെ, ഞാൻ രക്ഷിക്കാം. ഇവിടെ ഒന്നുമില്ല. ചോര. ഞാനൊരു ആംബുലൻസ് വിളിക്കാം, ഒരു ഓട്ടോ വിളിക്കാം. ഓട്ടോ. ഡോക്ടർ, എന്ത് പറ്റി? ആക്സിഡന്റ്. അങ്ങോട്ട് കിടത്തി. അല്ല, സ്ലിപ്പായതാ. ഡോക്ടർ, ബ്ലഡ് വേണ്ടി വരുമോ ഡോക്ടർ? താനൊന്ന് പുറത്തേക്ക് നിന്നേ. സിസ്റ്റർ, സിസേഴ്സ് എടുത്ത ഈ പോർഷനിലെ ക്ലോത്ത് മാത്രം ഒന്ന് കെട്ടിയതേ.
ഡോക്ടർ സർജറി വേണ്ടി വരും ഡോക്ടർ. ഏതെങ്കിലും പേപ്പർ സൈൻ എടോ ചെയ്തോ? തന്നോടല്ലേ പുറത്ത് നിൽക്കാൻ പറഞ്ഞേ. എടോ കുട്ടിക്ക് ചേഞ്ച് ചെയ്യാൻ വല്ലതും മേടിച്ചോണ്ട് പോരെ. തന്റെ ഡ്രസ്സ് മാറ്റിയിട്ടാ ഇങ്ങോട്ട് വരാവൂ. എന്ത് വേണം? ഏതാണ്ടൊരു ഇത്ര ഇല്ല, ഒരു 10-24 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്ക് ഇടാൻ പറ്റിയ എല്ലാ ഡ്രസ്സും വേണം. കുട്ടി തുണിയില്ലാണ്ട് നിക്കാണോ? അതെ, ഇപ്പൊ പിറന്നു വീണതേ ഉള്ളൂ. എടുക്കണോ? എടുക്കോ. വാടാ. ബിസിയാണെങ്കിൽ പൊയ്ക്കോ. ബൈ. താങ്ക്സ്. മനു വാടാ. വരുവാടാ പട്ടിപ്പൂ മോനെ. മനു വന്നില്ലേ? ഇല്ല സാറേ. സാറേ ചോറെടുക്കട്ടെ? ആ സാറ് പറഞ്ഞ പോലെ നല്ല ഉഗ്രൻ ചെമ്പല്ലിക്കറി. ഇതിന് ഉപ്പില്ലല്ലോ. ഉണ്ടല്ല. ഇത് നീ കഴിച്ചതിന്റെ ബാക്കി ഞാൻ കഴിക്കണോ? എന്താ സാറ് ഇത്? നിന്റെ ഈ എച്ചിൽ ഞാൻ കഴിക്കണോന്ന്? എന്തെങ്കിലും വെട്ടിക്കൂടി തന്ന വിഴുങ്ങിക്കോളെന്ന് വിചാരിച്ചോ നീ? മാസം മാസം ശമ്പളം എണ്ണി തരുന്നുണ്ടല്ലോ. വായി വെച്ച് കഴിക്കാമെന്ന് വല്ല ഉണ്ടാക്കാൻ പഠിച്ചിട്ട് വാ, ചെല്ല്. സാർ എനിക്ക് പണി അറിയില്ല എന്ന് മാത്രം പറയരുതട്ടാ. പറഞ്ഞ നീ എന്നെ എന്താ തല്ലുവോ? തല്ലടാ, തല്ലടാ. കള്ളു കുടിച്ച വയറ്റിൽ കിടക്കണം. വയറ്റിലോ വഴിയിലോ കിടക്കും. നീ ആണോ പട്ടി ചോദിക്കാൻ? അതെ, വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. നീ എന്നെ ഉദ്ദേശിക്കാൻ വരണ്ട. ഇവിടെ എനിക്ക് ഒരുത്തരും വേണ്ട. കാളിദാസം 14-ാമത്തെ വയസ്സ് പോലും ഒറ്റക്ക. ഇനി അങ്ങനെ തന്നെ മതി. ഒരുത്തരും വേണ്ട.